നരേന്ദ്രമോദി ഇന്തോനേഷ്യയിൽ സന്ദർശനം നടത്തിയതൊക്കെ നമ്മൾ കണ്ടതാണ്. അത് വലിയ രീതിയിലുള്ള വാർത്താ പ്രാധാന്യം നേടിയതാണ്. ഇന്തോനേഷ്യ നരേന്ദ്രമോദിക്ക് പരമോന്നത ബഹുമതിയൊക്കെ നൽകിയതാണ്. നിലവിൽ പുറത്തുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത, അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്ക് ഒരു വമ്പൻ ലോട്ടറിയാണ് അടിച്ചിരിക്കുന്നത്. അതായത് അസ്ത്ര എയർ ടു എയർ മിസൈൽ വിൽക്കുന്നതിനുള്ള ഇന്തോനേഷ്യയുമായുള്ള കരാർ ഇന്ത്യക്ക് വലിയൊരു കയറ്റുമതി വിപണി തുറന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിന് പ്രധാന കാരണമായി പറയുന്നത്, ഈ സംവിധാനം ഇതിനകം തന്നെ നിരവധി ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ ഉപയോഗിക്കുന്ന റഷ്യൻ നിർമ്മിത യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിച്ചിരിക്കുന്നു എന്നതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്തോനേഷ്യ സന്ദർശന വേളയിലാണ് എയർ ടു എയർ മിസൈൽ സഹകരണ കരാർ ഒപ്പുവെച്ചത്. ഇനി ഇന്തോനേഷ്യ ഇന്ത്യൻ മിസൈലുകൾ ഓർഡർ ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ഫിലിപ്പീൻസുമായുള്ള മുൻ കയറ്റുമതി കരാറിന് സമാനമായ ഒരു നിബന്ധനകളോടെയാണ് ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ സംവിധാനം വാങ്ങുന്നതിനെ കുറിച്ചാണ് ഇന്തോനേഷ്യയും ആലോചിക്കുന്നത്. അതേസമയം തന്നെ മിസൈൽ സഹകരണ കരാറിൽ സിസ്റ്റങ്ങളുടെ എണ്ണം വ്യക്തമായിട്ടില്ലെങ്കിലും അത് അസ്ത്ര എന്ന ദീർഘദൂര എയർ ടു എയർ മിസൈലിനെയാണ് സൂചിപ്പിക്കുന്നതെന്നാണ് വൃത്തങ്ങൾ പറയുന്നത്. ഈ മിസൈലുകൾ ഇന്തോനേഷ്യയുടെ റഷ്യൻ നിർമ്മിത Su-30 വിമാനങ്ങൾക്ക് വേണ്ടിയായിരിക്കാം. നിലവിൽ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ Su-30 വിമാനങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട രാജ്യം. അസ്ത്ര മിസൈൽ ഇതിനകം തന്നെ ഈ യുദ്ധവിമാനങ്ങളുമായി സംയോജിപ്പിച്ച് അവയിൽ നിന്ന് വിക്ഷേപിച്ചിട്ടുണ്ട്. റഷ്യൻ ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾക്ക് പകരമായി രൂപകൽപ്പന ചെയ്തതാണ് അസ്ത്ര മിസൈൽ. കൂടാതെ വ്യോമസേനയുടെ കഴിവുകളിലെ ഒരു നിർണായക വിടവ് ഇത് നികത്തുകയും ചെയ്യുന്നുണ്ട്. പാകിസ്ഥാൻ കൈവശം വച്ചിരിക്കുന്ന ചൈനീസ് US നിർമ്മിത മിസൈലുകളെ നേരിടാൻ Su-30 MKI കപ്പലിനെ പ്രാപ്തമാക്കുകയും ചെയ്യും. കഴിഞ്ഞ വർഷം ഡിസംബറിൽ അസ്ത്ര മിസൈലിന്റെ വിപുലീകൃത ശ്രേണി പതിപ്പ് വികസിപ്പിക്കുന്നതിനും DRDO അംഗീകാരം നൽകിയിരുന്നു. ഈ സാഹചര്യത്തിൽ മിസൈൽ പ്രവർത്തനക്ഷമമായി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ വലിയ തോതിൽ ഓർഡറുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. Su-30 യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങൾ ഒരുപക്ഷെ വാങ്ങിയേക്കാനുള്ള സാധ്യതയുണ്ട്. ഇന്തോനേഷ്യ 16 Su യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അൾജീരിയയ്ക്ക് ഏകദേശം 60 അത്തരം ജെറ്റുകളുണ്ട്. കൂടാതെ അവരുടെ Su-30 ജെറ്റുകളുടെ അറ്റകുറ്റപ്പണികൾക്കായി ഒരു ഇന്ത്യൻ പങ്കാളിയുമായി ബന്ധപ്പെട്ട് ഇതിനകം തന്നെ പ്രവർത്തിക്കുന്നുമുണ്ട്. ഇതിനു പുറമെ ഇന്ത്യയുമായുള്ള സൈനിക ബന്ധം മെച്ചപ്പെടുത്തുന്ന വിയറ്റ്നാം ഇത്തരം 35 വിമാനങ്ങൾ ഉപയോഗിക്കുന്നുമുണ്ട്. കൂടാതെ മലേഷ്യ 18 വിമാനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ റഷ്യൻ എയർ ടു എയർ മിസൈൽ ശേഷി നവീകരിക്കാൻ ആഗ്രഹിക്കുന്ന സൗഹൃദ രാജ്യങ്ങൾക്ക് ആകർഷകരമായ ഒരു ഓപ്ഷനായി ഈ അസ്ത്ര വാഗ്ദാനം ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ ഒരു നീക്കം ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു മാറ്റം ആയുധ വിപണിയിൽ ഉണ്ടാക്കുമെന്ന് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ പറയപ്പെടുകയാണ്. കൂടാതെ നമുക്കറിയാം, അമേരിക്കയൊക്കെ വീമ്പുളക്കുന്നുണ്ട്. അമേരിക്കയുടെ ആയുധപ്പുരയിൽ വലിയ രീതിയിലുള്ള ആയുധങ്ങളുണ്ട്. അതൊക്കെ എടുത്തിട്ട് പ്രയോഗിച്ചാൽ ലോകരാജ്യങ്ങൾ ഒന്നടക്കം ഞെട്ടിവിറയ്ക്കുമെന്ന്. പക്ഷേ അമേരിക്കയുടെയൊക്കെ ഈ F-35 അടക്കമുള്ള യുദ്ധവിമാനം നമുക്കറിയാം ഒരു മാസത്തോളമായി നമ്മുടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കടന്നതാണ്. അവസാനം ലോക്ഹീഡിൽ നിന്നടക്കമുള്ള വിമാന നിർമ്മാതാക്കൾ വന്നതിന് ശേഷമാണ്, വിദഗ്ധരടക്കം വന്നതിന് ശേഷമാണ് ഈ വിമാനം പറന്നുകൊണ്ടുപോയത്. ഏകദേശം കെട്ടിവലിച്ചുകൊണ്ട് പോകും എന്നൊരു സന്ദർഭം വരെ, അങ്ങനത്തെ ഒരു ആലോചന വരെ അമേരിക്കയിൽ നിന്നും ഉണ്ടായി. പക്ഷേ വെയിലും മഴയുമേറ്റ് 1-2 ദിവസമൊക്കെ അതിന് ആ വിമാനത്തെ സർവീസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നന്നാക്കാനായിട്ട്, അറ്റകുറ്റപ്പണി നടത്താനായിട്ട് വിദഗ്ധർ എത്തിയെങ്കിലും അവരെല്ലാം തന്നെ പിന്തിരിഞ്ഞോടുന്ന അല്ലെങ്കിൽ തോറ്റ് തുന്നം പാടുന്ന ഒരു അവസ്ഥയിലുണ്ടായത്. അപ്പോൾ അമേരിക്കയുടെ അടക്കം യുദ്ധ വിമാനങ്ങളും അല്ലെങ്കിൽ അമേരിക്ക അടക്കം ആയുധങ്ങളൊക്കെ പാകിസ്ഥാന്റെ കയ്യിലുമുണ്ട്. അതെല്ലാം ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് എടുത്ത് ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചപ്പോഴും അതിൽ ഒരു ആയുധം പോലും മണ്ണ് തൊട്ടിട്ടില്ല. അതായത് ഇന്ത്യയുടെ മണ്ണിൽ തൊട്ടിട്ടില്ല. ആകാശത്ത് വെച്ച് തന്നെ ഇന്ത്യ അതിനെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി 4 കഷ്ണമാക്കി ചിന്നിച്ചെറിച്ചതാണ്. അപ്പോൾ ലോകരാജ്യങ്ങൾക്ക് ഇന്ത്യയുടെ ആയുധങ്ങൾക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യമുണ്ട്. കാര്യം അത് മെയ്ഡ് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട്, അതായത് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ത്യ നടത്തുന്ന ഓരോ നിർമ്മാണമാണ്. തദ്ദേശീയമായി തന്നെ ഇന്ത്യ അത് നിർമ്മിക്കുന്നുണ്ട്. ആ ആയുധങ്ങൾ തന്നെയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. അപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ ഇത് കാണുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഇന്ത്യയുടെ ആയുധത്തിന്റെ കരുത്ത് എത്രത്തോളം ഉണ്ടെന്ന് ലോകരാജ്യങ്ങൾ നേരിട്ട് കണ്ടതാണ്. വെറും പറച്ചിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രതിരോധ വിഭാഗം ഇറക്കുന്ന ഒരു ലെറ്റർ പാഡോ കണ്ടിട്ടല്ല ലോകരാജ്യങ്ങളടക്കം ഇത് വാങ്ങാനായിട്ട് നിൽക്കുന്നത്. നേരിട്ട് കണ്ടതാണ് ഇന്ത്യയുടെ ആയുധത്തിന്റെ കരുത്ത് അല്ലെങ്കിൽ പവർ എത്രത്തോളം ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായി ഏത് വിദേശ രാജ്യത്ത് പോയാലും അവർ നരേന്ദ്രമോദിയുമായി ആദ്യം വയ്ക്കുന്ന കരാർ എന്ന് പറയുന്നത് ഈ ഒരു യുദ്ധ ആയുധങ്ങളുമായിട്ടുള്ള ഒരു ഡീലിംഗ് ആയിരിക്കും. അതാണ് ഇവിടെ ഇന്തോനേഷ്യയിലും നടന്നത്.